Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ട്രഡീഷണൽ ബോൾ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 350 to 400 gram മിൻസ് മീറ്റ് ആണ്. നമ്മൾ മിൻസ് മീറ്റ് ആയിട്ട് മേടിച്ചില്ലെങ്കിലും ഇറച്ചി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ കഴുകി കംപ്ലീറ്റ് ആയിട്ട് ഇതിലത്തെ വെള്ളം കളഞ്ഞു വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഒരു 2 മീഡിയം സൈസ് ചോപ്ഡ് അണിയൻസ്. ഈ റെസിപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ കൊത്തിയരിഞ്ഞാണ് നമ്മൾ എടുക്കേണ്ടത്. 2 ഗ്രീൻ ചില്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 to 4 ഗാർലിക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. എല്ലാം ഇതുപോലെ കൊത്തിയരിഞ്ഞു വേണം എടുക്കാനായിട്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ. ഈ ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്ക് വിനീഗർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് നമ്മൾ ടൊമാറ്റോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് നോക്കാം. ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ ആൻഡ് റെഡ് ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല, സോൾട്ട്. ഇത്ര സ്പൈസസ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കനട്ട് മിൽക്ക്. ഞാനിവിടെ ഇതുപോലെ മേടിക്കാൻ കിട്ടുന്ന കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല തിക്ക് മിൽക്കായിരിക്കും. അതുകൊണ്ട് ഇതിലത്തെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് ഒന്ന് ഡൈല്യൂട്ട് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് പിഴിഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ 2ാം പാലും 3ാം പാലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വേവിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് 1ാം പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ബോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ പാനിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് വേണം എടുക്കാനായിട്ട്. നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കളർ മാറാനൊന്നും നിൽക്കണ്ട. നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ, ഒരു 3 to 4 ഗാർലിക്, എരിവിന് ആവശ്യമുള്ള ഗ്രീൻ ചില്ലീസ്, കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള കറി ലീഫ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കും. നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയി. നമ്മളിതിലേക്ക് ഇതുപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോസും യൂസ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ബോയിൽ ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. ഈ ഒരു കളറ് നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 tablespoon കൊറിയാണ്ടർ പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം ടർമറിക് പൗഡർ, 1 teaspoon റെഡ് ചില്ലി പൗഡർ, 1/2 teaspoon ഗരം മസാല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. ഇനി ടൊമാറ്റോസ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ടൊമാറ്റോസിന് പകരം ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള കറികളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കോക്കനട്ട് ഓയിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് പകുതി എടുത്താണ് നമ്മുടെ മിൻസ് ചെയ്ത മീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളതൊരു ബോൾ പോലെ ആക്കിയെടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാൽ യൂസ് ചെയ്താലും മതി. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ബൗളിലേക്ക് മിൻസ് മീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം നമ്മുടെ മിൻസ് മീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ നിന്ന് പകുതി എടുത്ത് ഇതുപോലെ മിൻസ് മീറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് ബോൾ പോലെ ആക്കിയെടുക്കും. ബാക്കിയുള്ളത് 3ാം പാലുണ്ടെങ്കിൽ 3ാം പാല്, അല്ലെങ്കിൽ 2ാം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. സോ നമുക്കിതിലേക്ക് 3ാം പാല് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 2ാം പാല്. നമ്മൾ ഈ ക്യാനിലൊക്കെ മേടിക്കുന്ന പാല് നല്ല കട്ടിയുണ്ടോ, അതുകൊണ്ട് അതാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോസ് ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോസ് ആണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോസ്.
ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് മിൻസ് മീറ്റ് ബോൾ പോലെ ആക്കാമെന്ന് നോക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബോൾ പോലെ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. സോ നമ്മൾ എല്ലാ ബോൾസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ 16 മീറ്റ് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ബാക്കി ഇതുപോലെ വെള്ളം വരുന്നുണ്ടെങ്കിൽ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കറി നല്ലതുപോലെ തിളയ്ക്കണുണ്ട്. നമുക്കിതിലേക്ക് ഇതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഈ മീറ്റ് ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ഒന്ന് ഇതുപോലെ നീക്കി വെച്ചൊന്ന് കൊടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ മുങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് എണ്ണ തെളിയണത് വരെ വെക്കാം. സോ അതിനു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് വെച്ച് തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മേടിക്കുന്ന തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. ഇതേപോലത്തെ തേങ്ങാപ്പാലിൻ്റെ ടിന്നുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലെ കിട്ടുന്ന തേങ്ങാപ്പാലിന് നല്ല കട്ടിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തുണ്ടാക്കുമ്പോൾ നമ്മുടെ കറി ഒട്ടും പിരിയില്ല. നമുക്ക് കുറച്ച് നേരോടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. നമ്മൾ ഓവറായിട്ട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സോ എൻ്റെ അമ്മ ഇതുവരെ ചെയ്യാറുള്ളൂ. ഇച്ചിരി എക്സ്ട്രാ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫൈനൽ ടച്ച് പോലെ കൊടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറച്ചി ഇതുപോലെ ബോളാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കും ഒരു രസമായിരിക്കും. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും.